വളരെ ശക്തമായിട്ടുള്ള മഴയാണ് ഇന്നലെയും ഇന്നുമായിട്ട് ചാലക്കുടിയിലും ചാലക്കുടിയുടെ സമീപ പഞ്ചായത്തുകളിലും പെയ്തിട്ടുള്ളത്. വളരെ ശക്തമായിട്ടുള്ള മഴ. ഇന്നലെ രാത്രി 8 മണിക്കും 8:30ക്കും ഇടയിലുണ്ടായ കാറ്റാണ് ചാലക്കുടിയിൽ ഉണ്ടായിട്ടുള്ള പല വ്യാപക നാശനഷ്ടങ്ങൾക്കും കാരണം. മരങ്ങൾ കടപുഴകി വീഴാനുള്ള പ്രധാനപ്പെട്ട കാരണം കാറ്റായിരുന്നു. പല വീടുകളുടെ മേലും മരം കടപുഴകി വീണു. വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തേക്കുന്ന പ്രദേശങ്ങളായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ പ്രദേശങ്ങളാണ്. ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിരപ്പള്ളിയിലാണ്. അതിരപ്പള്ളിയിൽ 283 മില്ലിമീറ്റർ മഴയാണ് 24 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മഴ. ഇത് ഏറ്റവും കൂടുതൽ മഴ പെയ്ത സ്ഥലങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ അതിരപ്പള്ളിയിലാണ്. രണ്ടാം സ്ഥാനം ചാലക്കുടിയിൽ തന്നെ കൂടപ്പുഴയിലാണ്. കൂടപ്പുഴയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മഴ 232.3 മില്ലിമീറ്റർ മഴയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ചാലക്കുടിയിലെ കൂടപ്പുഴയാണ്. അതുപോലെ തന്നെ 5ഉം 6ഉം 7ഉം സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ചാലക്കുടിയിലെ തന്നെ പ്രദേശങ്ങളാണ്. 5ആം സ്ഥാനത്ത് നിൽക്കുന്നത് ചാലക്കുടി സൗത്ത് ഭാഗത്താണ്. 206 മില്ലിമീറ്റർ മഴയാണ് ചാലക്കുടി സൗത്ത് പ്രദേശത്ത് പെയ്തിട്ടുള്ള മഴ. 6ആം സ്ഥാനത്ത് നിൽക്കുന്നത് ചാലക്കുടിക്ക് അടുത്തുള്ള കാടൂറ്റി പഞ്ചായത്തിലെ അന്നനാട് പ്രദേശമാണ്. അന്നനാട് 159.6 മില്ലിമീറ്റർ മഴയാണ് അന്നനാട് പെയ്തിട്ടുള്ളത്. 7ആം സ്ഥാനത്ത് ഉള്ളത് ചാലക്കുടിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന മേലൂർ ഗ്രാമപഞ്ചായത്തിലാണ്. മേലൂരിൽ പെയ്തിട്ടുള്ള മഴ 143 മില്ലിമീറ്റർ മഴയാണ്. അങ്ങനെ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും 5ഉം 6ഉം 7 സ്ഥാനങ്ങളിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തിട്ടുള്ള പ്രദേശങ്ങളായിട്ട് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ പ്രദേശങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ശക്തമായിട്ടുള്ള മഴ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിർദ്ദേശങ്ങൾ പാലിച്ച് ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്.